നടക്കാൻ കാല് തന്ന, എല്ലാം തന്ന, ഈ പാവപ്പെട്ട എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കാൻ സൗകര്യം തന്ന, എന്റെ കൽവിൽ ഓരോന്നും തോന്നിപ്പിച്ച് തരുന്ന, എന്റെ നാവിലിട്ട് തരുന്ന, എന്റെ എല്ലാ അധികാരവും ഒരുപോലെ അതാ അധികാരത്തിലുള്ള എന്റെ രാജാവ്, നിങ്ങളെ രാജാവ്, അവനാ പറയുന്ന ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവൻ കാണുന്നവനാണ് കേട്ടോ. വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ, നിങ്ങൾ അക്രമം ചെയ്യുന്നവരിലേക്ക് ചാഞ്ഞു പോകരുത്. നിങ്ങൾ തെറ്റ് വിശ്വസിക്കരുത്, തെറ്റ് ചെയ്യരുതെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നവരും വിശ്വസിക്കുന്നവരും അവരിലേക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് ചാഞ്ഞു പോകരുത്. അവരുടെ ഒരു പ്രവൃത്തിയിലും നിങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തരുത്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു മൗലവി ജീവൻ പോയി, ഒരു മൗലവി മരണപ്പെട്ടു. ഞാൻ ജീവൻ പോയി എന്ന് പറയാൻ കാരണം, അയാള് നമ്മള് സുന്നികളെ പറ്റി പറഞ്ഞത് എന്താണ്? SOS-ന്റെ പഴയകാല പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, പാണക്കാട് പൂക്കോയത്തങ്ങൾ നവ്വറല്ലാഹു മർഖദ, EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, കണ്യത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, ഇങ്ങനെയുള്ള നമ്മളെ മഹാന്മാരെ പറ്റിയൊക്കെ മൗലവി എന്താ പറഞ്ഞത്? അയാള് പറഞ്ഞത്, ഈ സുന്നികളൊക്കെ ഫുൾ ടൈം മുശ്രിക്കാണ്, അബൂജഹൽ ഹാഫ് ടൈം മുശ്രിക്കാണ്. അബൂജഹൽ കടലിൽ കുടുങ്ങിയാൽ അള്ളാനെയാ വിളിക്കുക, ഇവര് കടലിനുള്ളതും ബദരീങ്ങളെയാ വിളിക്കുക. അപ്പൊ ഇവര് ഫുൾ ടൈം മുശ്രിക്ക്, അബൂജഹൽ ഹാഫ് ടൈം മുശ്രിക്ക്. എന്നൊരു മൗലവി അടുത്ത് ജീവൻ പോയി. ആ ജീവൻ പോയ മൗലവി ജീവൻ പോയപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളെ ബഹുമാനപ്പെട്ട ഖമറുൽ കാന്തപുര ഉസ്താദ് സംഘടനയൊന്നും നോക്കാറില്ല. അവിടുന്ന് എന്ത് ചെയ്യലുണ്ട്? സുന്നികളാണോ മരണപ്പെട്ടവരെ വീട്ടിൽ പോലുണ്ട്. ചിലര് വന്നാളാരാ നോക്കിയിട്ട് അവിടെ അതിനനുസരിച്ച് പെരുമാറലുണ്ട്. അത് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ ഉസ്താദ് എല്ലടെ പോലുണ്ട്. മൗലവിന്റെ ജീവൻ പോയിട്ട് എന്തേ പോവാഞ്ഞേ? പരിചയമില്ലായിട്ടൊന്നല്ല, കൊട്ടപ്പുറത്ത് നല്ല പരിചയമുണ്ട്. സംവാദത്തിൽ അങ്ങോട്ടിങ്ങോട്ട് സംവാദം നടത്തിയല്ലേ, പിന്നെ എന്തേ പോവാഞ്ഞ്? അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ, അക്രമം ചെയ്തവരിലേക്ക് നിങ്ങൾ ചായരുതേ, ഫതമസ്സകുമുന്നാർ, അപ്പം നിങ്ങളെ നരകം പിടികൂടും കേട്ടോ. തെറ്റ് ചെയ്തവരിലേക്ക് നിങ്ങൾ ചാഞ്ഞാൽ നിങ്ങളെ നരകം സ്പർശിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെ എല്ലാരെയും കാണാനും പിടിക്കാനും പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് സഹായത്തിനാളുണ്ടാവും. അതിന്റെ മറുപടി സൂറത്ത് ഹൂദിൽ അല്ലാഹ് പറയാണ്. അതേ, എന്താ പറഞ്ഞത്? വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ. എത്ര ഗൗരവത്തിലാണ് ആ വാചകമെന്ന് അറബി ഭാഷ അറിയുന്നവർക്കറിയാം. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അല്ലാഹനെ കൂടാതെ നിങ്ങൾക്ക് ഒരു സഹായം ഇല്ല കേട്ടോ. ഒരു പുത്തൻവാദിയുടെ സഹായവും ഒരല്ലാത്ത വാദിയുടെ സഹായവും അല്ലാഹന്റെ സഹായത്തിനപ്പുറം നിങ്ങൾക്കില്ല കേട്ടോ. അല്ലാഹന്റെ സഹായം അതാ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളെ സഹായിക്കാൻ പിന്നെ ആരുമില്ല. ഈ ആയത്തുണ്ടല്ലോ, നിങ്ങൾ നേർക്ക് നേരെ നടന്നോളണം എന്ന ആയത്ത് ആരോടാ ഇത് പറയുന്നത്? എല്ലാ സയ്യിദന്മാരുടെയും മുപ്പാപ്പയായ, എല്ലാ അലിമീകളുടെയും ഗുരുവര്യരായ, തുല്യതയില്ലാത്ത നേതാവായ ഹബീബായ നബി തങ്ങളോടാ പറയുന്നു, നേർക്ക് നേരെ നടന്നോളൻ നബിയേ. തങ്ങളെ അനുയായികളും തങ്ങളെ പിന്തുടർന്നവരും നേർക്ക് നേരെ നടന്നോളണം നബിയേ. അതിരുവിട്ട് കടക്കണ്ട, അക്രമം ചെയ്യുന്നവരിലേക്ക് ചായണ്ട. ചാഞ്ഞാൽ നരകം സ്പർശിക്കും കേട്ടോ. സയ്യബത്തിനീ ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ ഗൗരവത്തോടുകൂടിയുള്ള ഓർഡർ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹുവിന്റെ ഗൗരവത്തോടുകൂടിയുള്ള